ഇന്ത്യൻ കാടുകളിൽ ജീവിക്കുന്ന, കാണുമ്പോൾ ശാന്ത സ്വഭാവമുള്ള ജീവിയായി തോന്നുന്ന, എന്നാൽ അത്യന്തം അപകടകാരിയായ ജീവിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി പ്രതിപാദിക്കുന്നത്. ഈ ജീവിയുടെ പേരാണ് സ്ലോത്ത് ബെയർ. ഈ ജീവിയുടെ അതിശയകരമായ രഹസ്യങ്ങളെക്കുറിച്ചും കർണാടകത്തിലെ മൈസൂർ ഭാഗത്ത് നടത്തിയ ദാരുണമായ സംഭവങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ കാണാം. 1791 യൂറോപ്യൻ സുവോളജിസ്റ്റായ ജോർജ് ഷോ ആണ് ആദ്യമായി ശാസ്ത്രീയമായി ഈ ജീവിയെപ്പറ്റി വിവരിക്കുന്നത്. നീണ്ടതും വളഞ്ഞതുമായ നഖങ്ങൾ, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പതുക്കെ സഞ്ചരിക്കുന്നു. സ്ലോത്തിൻ്റെ പോലെയുള്ള തലയോട്ടി, ഇതൊക്കെ കണ്ടപ്പോൾ ഏഷ്യയിലെ ഭീമാകാരനായ സ്ലോത്ത് ആണെന്ന് കരുതി കരടിയെപ്പോലെ ഉണ്ടെന്നും കരുതിയാണ് സ്ലോത്ത് ബെയർ എന്ന പേര് വന്നത്. എന്നാൽ സ്ലോത്ത് ആയി യാതൊരു ബന്ധവുമില്ലാത്ത ജീവിയാണ്. മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടാനും മിന്നൽ വേഗത്തിൽ ചാടാനും ശക്തമായി ആക്രമിക്കാനും കഴിയുന്ന ജീവി. സ്ലോത്ത് ബെയറിന് നല്ല പേര് കൊടുത്തത് മലയാളികളാണ്, തേൻ കരടി. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തേനാണ്. തേൻ ലഭിക്കാൻ വേണ്ടി മരങ്ങൾ കയറുന്നതും സാധാരണമാണ്. പ്രധാന ഭക്ഷണം ചിതലാണ്. ഉറുമ്പുകളെ കണ്ടാലും വെറുതെ വിടില്ല. സീസൺ അനുസരിച്ച് പഴങ്ങളും വളരെ അപൂർവമായി ചെറിയ മൃഗങ്ങളെയും ഭക്ഷിക്കും. ഭക്ഷണത്തെപ്പറ്റി വിവരിക്കുമ്പോഴാണ് തേൻ കരടിയുടെ ചില ശരീര പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടത്. തേൻ കരടിയുടെ മുന്നിലെ പല്ലുകൾ ഇല്ല, അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ചുണ്ടുകൾ റൗണ്ട് ഷേപ്പാക്കി ഒരു വാക്യൂം ക്ലീനർ പ്രവർത്തിക്കുന്നത് പോലെ ചിതലിനെയും ഉറുമ്പുകളെയും തേനുമൊക്കെ വായ്ക്കുള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. 1 മിനിറ്റിനുള്ളിൽ 50,000 ചിതലൊക്കെ വലിച്ചെടുക്കും. ഇപ്പോൾ കേട്ട ശബ്ദം 100 മീറ്റർ അകലെ നിന്ന് പോലും കേൾക്കാൻ സാധിക്കും. ഇരകളെ വലിച്ചെടുക്കുന്ന സമയത്ത് മൂക്ക് അടച്ചു പിടിക്കും. അതുകൊണ്ട് പൊടികളോ ഒന്നും ഉള്ളിലേക്ക് കടക്കില്ല. നഖങ്ങൾക്ക് 3 ഇഞ്ച് വലിപ്പമുള്ളതുകൊണ്ട് വളരെ വേഗം തുറന്ന് എടുക്കാൻ കഴിയും. മൺകൂണുകൾക്കുള്ളിലോ മരത്തടിയോ മരങ്ങളിലോ ഇരിക്കുന്ന ഭക്ഷണം തൻ്റെ ശക്തമായ നഖങ്ങൾ ഉപയോഗിച്ച് തുറക്കുകയും പൊളിക്കുകയും ചെയ്താണ് ഭക്ഷിക്കുന്നത്. ഉറുമ്പിൻ കൂടുകൾ തകർക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ഉറുമ്പുകളുടെ കടി ഏക്കില്ല. ഇവിടെ തേൻ കരടിക്ക് രക്ഷയായി എത്തുന്നത് ഇടതൂർന്നു നിൽക്കുന്ന തിക്കായ രോമങ്ങളാണ്. അതുകൊണ്ട് കടി ഏൽക്കില്ല. അതുപോലെ പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷ നൽകാൻ ഈ രോമങ്ങൾ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്, തൊലിയുടെ പ്രത്യേകത. തൊലി ശരീരവുമായി ഒട്ടിയല്ല ഇരിക്കുന്നത്, ലൂസും ഫ്ലെക്സിബിളുമാണ്. കടുവയോ മറ്റു മൃഗങ്ങളോ കടിക്കുകയോ നഖം കൊണ്ട് പിടിച്ചാലോ തൊലി തെന്നി മാറും. അതുകൊണ്ട് ആഴത്തിലുള്ള പരിക്ക് ഏൽക്കില്ല. ഈ സമയത്ത് തിരിച്ച് ആക്രമിക്കാൻ തേൻ കരടിക്ക് സാധിക്കുന്നു. കടുവയ്ക്ക് ശക്തി കൂടുതലാണെങ്കിലും തേൻ കരടിയുടെ തൊലിയുടെ പ്രത്യേകത കാരണം ഭൂരിഭാഗം സമയത്തും രക്ഷപ്പെടാൻ സാധിക്കുന്നു. തേൻ കരടിയുടെ യഥാർത്ഥ ശക്തി അതിൻ്റെ ധൈര്യമാണ്. വലിയ ശത്രുവായാലും പിന്നോട്ടു പോകില്ല, അറ്റാക്ക് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ അപകടകാരിയായ കരടി തേൻ കരടിയാണ്. തേൻ കരടി 2 കാലിലാണ് നിൽക്കുന്നതെങ്കിൽ ഓർത്തോളൂ, അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിയാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു വാർണിംഗ് സൈനാണ്. തേൻ കരടിക്ക് കാഴ്ച ശക്തി കുറവാണ്, എന്നാൽ ശക്തമായി മണം പിടിക്കാനുള്ള കഴിവുണ്ട്. 10 കിലോമീറ്റർ അകലെയുള്ള മണം പിടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും, പലതരം കരടികളുണ്ടല്ലോ, എങ്ങനെ തിരിച്ചറിയും? അതിന് ഒരു എളുപ്പമാർഗമുണ്ട്. നെഞ്ചിൽ വി അല്ലെങ്കിൽ യു ആകൃതിയിൽ കാണുന്ന വെളുത്ത പാട്. ലോകത്തിലെ വേറൊരു കരടിക്കും ഇങ്ങനെയില്ല. കുഞ്ഞുങ്ങളെ തോളിലോ പുറകിലോ ആയി കൊണ്ടു നടക്കുന്ന ഒരേ ഒരു കരടി തേൻ കരടിയാണ്. സാധാരണ 9 മാസം വരെ കുഞ്ഞുങ്ങളെ ചുമക്കും. ഒരമ്മയ്ക്ക് സാധാരണ 1-2 കുഞ്ഞുങ്ങളെ ഉണ്ടാകൂ. തേൻ കരടിക്ക് കാഴ്ചശക്തി കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാനും
മറ്റു വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും വേണ്ടിയാണിത്. തേൻ കരടി കാഴ്ചയിൽ ചെറുതാണെങ്കിലും ശരീരത്തിന് 1.5 മീറ്റർ തുടങ്ങി 2 മീറ്റർ വരെ നീളം ഉണ്ടാകും. 2 കാലിൽ നിൽക്കുമ്പോൾ മനുഷ്യരുടെ പൊക്കം ഉണ്ടാകും. പെൺകരടിക്ക് 95 കിലോ വരെ തൂക്കം ഉണ്ടാകുമ്പോൾ ആൺകരടിക്ക് 140 കിലോ വരെ ഉണ്ട്. ആയുസ്സാണെങ്കിൽ 16 വർഷം വരെ. ഇന്ന് ലോകത്തിൽ 90% തേൻകരടി ഉള്ളത് ഇന്ത്യയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ്. തേൻകരടിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ മൈസൂരിൽ നടത്തിയ അക്രമ പരമ്പരകളെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. 1957 മൈസൂർ കാടിന് സമീപത്തുള്ള നാഗവള്ളി ഗ്രാമത്തിലാണ് തേൻകരടി ആക്രമിച്ചത്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളുകളെയാണ് ആക്രമിച്ചു തുടങ്ങിയത്. ശക്തമായ നഖം കൊണ്ട് മനുഷ്യരുടെ മുഖവും ശരീരവും മാന്തിപ്പൊളിക്കുകയായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 12 പേരെ ഈ കരടി കൊന്നു. 24 അധികം ആളുകളെ മാരകമായി പരിക്കേൽപ്പിച്ചു. പലരുടെ മുഖത്തിൻ്റെ രൂപവും കണ്ണുകളുമൊക്കെ നഷ്ടപ്പെട്ടു. ആക്രമം ശക്തമായതോടെ ഗ്രാമനിവാസികൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടതും മരണങ്ങൾ തുടർക്കഥയായപ്പോൾ മൈസൂർ ഭരണകൂടം പ്രശസ്ത വേട്ടക്കാരനായ കെനത്ത് ആൻഡേഴ്സന്റെ സഹായം അഭ്യർത്ഥിച്ചു. ആദ്യത്തെ 2 ശ്രമങ്ങളും പരാജയപ്പെട്ടെങ്കിലും 3ാമത്തെ ശ്രമത്തിലാണ് തൻ്റെ നേരെ പാഞ്ഞെടുത്ത കൊലയാളി കരടിയെ കെനത്ത് ആൻഡേഴ്സൺ വെടിവെച്ചു കൊന്നത്. തൻ്റെ ഇണയെ കൊന്നതുകൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യരാൽ ഏറ്റ പരിക്കുകളോ ആയിരിക്കാം ഈ കരടി ആക്രമിക്കാൻ കാരണമായി എന്ന് പറയുന്നത്. തേൻ കരടിയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജീവിയെ സംരക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.